അങ്ങനെ ധർമ്മദേവനിൽ നിന്ന് കുന്തി ധർമ്മപുത്രരെ നേടി. ഈ ധർമ്മപുത്രർ എന്ന പേരിൽ ഒരു നാടകമുണ്ട്. ഇതാണ് കുമാരനാശാൻ പടുപശ്യതോ ഹരൻ എന്നൊരു പ്രയോഗം പ്രലോഭനത്തിൽ വരും. ഈ പടുപശ്യതോ ഹരൻ എന്നതിൽ ഒരു ആക്ഷനുണ്ട്, വെറുതെ ഒരു പ്രയോഗമില്ലാതെ. അതിനകത്തൊരു നാടകമുണ്ട്, വികസിപ്പിച്ചെടുക്കാവുന്നൊരു നാടകം. പടുപശ്യതോ ഹരൻ എന്ന് പറഞ്ഞാൽ നോക്കിക്കൊണ്ടിരിക്കുക, ആ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുടെ ധനം മോഷ്ടിച്ചെടുക്കുന്നവനാണ്. ഒരു നാടകമില്ലേ അതിനകത്ത്? അപ്പോൾ അതിനകത്തൊരു നാടകമുണ്ട്. വെറുതെ ഒരു അർത്ഥത്തെ പ്രതിപാദിക്കുകയല്ലത്, അതൊരു ആക്ഷനെ പ്രതിപാദിക്കാൻ, ഒരു അഭിനയത്തെ പ്രതിപാദിക്കുന്നുണ്ട്, ഒരു നാട്യവിധാനത്തെ അതിൽ ആശാൻ നിക്ഷേപിച്ചിട്ടുണ്ട്. അതുപോലെ ധർമ്മപുത്രർ, ധർമ്മദേവൻ്റെ പുത്രൻ എന്ന അർത്ഥത്തിനപ്പുറത്ത് ഒരിക്കലും ധർമ്മം ലംഘിക്കാതിരിക്കാൻ ജീവിതത്തിൽ, സ്വകീയമായ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ അനേകം ദുരനുഭവങ്ങൾ വിളിച്ചു വരുത്തിയ ആൾ. അപ്പോൾ ഈ പേരിൽ ധർമ്മപുത്രരുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന ദുരനുഭവങ്ങളെല്ലാം സൂചിപ്പിച്ചിട്ടുണ്ട്. വെറുതെ അങ്ങനെ ഒരു പേരിട്ടതല്ല. ധർമ്മപുത്രൻ എന്നല്ലാതെ അദ്ദേഹത്തിന് മറ്റൊരു പേരുണ്ട്, യുധിഷ്ഠിരൻ. ഈ യുധിഷ്ഠിരൻ എന്നുള്ളതിൽ ഈ നാടകമില്ല. യുദ്ധത്തോട് താല്പര്യമുള്ളവൻ എന്നാണ് അർത്ഥം. അതിന് യുദ്ധത്തോട് താല്പര്യമുണ്ട്. ഏറ്റവും അവസാനം ഉലൂകനോട് പറയും, സന്ദേശവുമായിട്ട്, അവസാനത്തെ സന്ദേശവുമായിട്ട് ഹസ്തിനപുരിയിൽ നിന്ന് ഉലൂകൻ വരുമ്പോൾ ധർമ്മപുത്ര പറയും, പകുതി രാജ്യം കിട്ടുക എന്നുള്ളതല്ലാതെ ഒരു തരത്തിലുമുള്ള സന്ധിക്ക് ഞാൻ വിധേയനാവുക ഇല്ല എന്ന വസ്തുത ഉറപ്പാക്കിക്കൊണ്ട് പൊക്കോളൂ. അത് ഞങ്ങളുടെ പിതാവിനോട് പറഞ്ഞോളൂ. യുദ്ധം ചെയ്ത് 100 വരെ മുടിക്കുക എന്നുള്ളതല്ലാതെ എൻ്റെ അഭിപ്രായത്തിൽ നിന്ന് ഞാൻ പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. ഇങ്ങനെ ധർമ്മപുത്രർ പറയുമെന്ന് നമ്മൾ വിചാരിക്കില്ല. യുദ്ധം സുനിശ്ചിതമായി കഴിഞ്ഞു. പകുതി രാജ്യം തിരികെ കിട്ടിയില്ലെങ്കിൽ യുദ്ധമുണ്ടാവുമെന്നുള്ളത് ഉറപ്പാണ്. ധർമ്മത്തിൻ്റെ പേരിലോ, ദയയുടെ പേരിലോ, കാരുണ്യത്തിൻ്റെ പേരിലോ, ദാനത്തിൻ്റെ പേരിലോ, എൻ്റെ സ്വഭാവത്തിൽ ആളുകൾ ദർശിച്ചിട്ടുള്ള ഔദാര്യത്തിൻ്റെ പേരിലോ ഈ യുദ്ധത്തിൽ നിന്ന് ഞാൻ പിന്മാറുന്ന പ്രശ്നമില്ല. യുദ്ധം ഉറപ്പായി എന്ന് വിചാരിച്ചോളൂ. കുരുവംശത്തെ നശിപ്പിച്ചിട്ടേ ഞാൻ ആയുധം താഴെ വയ്ക്കൂ. 100 പുത്രന്മാരെ നശിപ്പിച്ചേ ഞാൻ അടങ്ങൂ എന്ന് പിതാവിനോട് പറഞ്ഞോളൂ, വലിയച്ഛനോട് പറഞ്ഞോളൂ എന്ന് പറയും. അതാണ് യുധിഷ്ഠിരൻ. യുദ്ധത്തിൽ സ്ഥിരതയുള്ളവനെന്നാണ്. അധാർമിക യുദ്ധം ചെയ്യില്ല. യുദ്ധി പ്ലസ് സ്ഥിരൻ എന്നത് സന്ധി ചേർന്ന് വരുമ്പോഴാണ് യുധിഷ്ഠിരൻ, യുദ്ധത്തിൽ സ്ഥിരതയുള്ളവൻ എന്നാണ് വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ടാൽ പിന്നെ അതിൽ നിന്ന് മാറുന്ന പ്രശ്നമില്ല, യുദ്ധത്തിൽ താല്പര്യമില്ല. അതാണ് ധർമ്മപുത്രൻ എന്നുള്ള അതിൻ്റെ അർത്ഥം. ഈ 2 സ്വഭാവവും അദ്ദേഹത്തിലുണ്ട്. എന്താണ് ഈ ധാർമ്മികമായ യുദ്ധം? യുദ്ധം തന്നെ അധർമ്മമാണെന്ന് നമുക്ക് വാദിക്കാം, പക്ഷെ ധാർമ്മികമായ യുദ്ധം എന്നുണ്ട്. ഇതാണ് രാജ്യത്തെ സംരക്ഷിക്കേണ്ടി വരുന്നു. ലോകത്തിലുള്ള ആളുകളെല്ലാം സത്യസന്ധന്മാരാണ് എന്ന് നമുക്ക് നിശ്ചയിക്കാൻ പറ്റുമോ? സത്യമേ ഇല്ലാത്ത ആളുകളുണ്ടാവും, മര്യാദയേ ഇല്ലാത്ത ആളുകളുണ്ടാവും. അപ്പോൾ സത്യസന്ധനല്ലാത്ത ഒരു രാജാവ്, ധർമ്മബോധമില്ലാത്ത ഒരു രാജാവ് നമ്മുടെ അയൽ രാജാവായി വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? രാജ്യത്തെ ആൾക്ക് കൊടുത്തിട്ട് വെറുതെ ഇരിക്കേണ്ടി വരും, യുദ്ധം വേണ്ടെങ്കിൽ. അപ്പോൾ യുദ്ധം അനിവാര്യമായി വരുന്ന സന്ദർഭങ്ങളുണ്ടാകും ഒരു രാജാവിൻ്റെ ജീവിതത്തിലും, ഒരു ജനതയുടെ ജീവിതത്തിലും, ഒരു രാജ്യത്തിൻ്റെ ചരിത്രത്തിലും. അപ്പോഴെന്ത് ചെയ്യണം? ഒരു വ്യക്തിക്ക് യുദ്ധം വേണമെന്ന് പറയാം. ഒരു സന്യാസിക്ക് യുദ്ധം എന്ന് പറയുന്നത് അറിയപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പാപമാണ് എന്ന് സന്യാസിക്ക് പറയാം. ഒരു സന്യാസിക്ക് നിങ്ങൾ എന്നെ കൊല്ലാൻ വന്നാലും ഞാൻ നിങ്ങളെ കൊല്ലില്ല എന്ന് പറയാം. എന്നെ കൊന്നോളൂ, അതിൽ തെറ്റൊന്നുമില്ല. അത് സന്യാസിയുടെ ഇഷ്ടമാണ്. നിങ്ങൾ എന്നെ കൊന്നാലും ഞാൻ അങ്ങോട്ട് പ്രതിരോധിക്കുകയുമില്ല, നിങ്ങളെ ഉപദ്രവിക്കുകയുമില്ല എന്ന് സന്യാസിക്ക് പറയാം, ഒരു യോഗിക്ക് പറയാം, ഒരു ഋഷിക്ക് പറയാം, ഒരു രാജാവിന് പറയാനൊക്കില്ല. രാജാവിന് ജനങ്ങളെ സംരക്ഷിക്കേണ്ടതിൻ്റെ ചുമതലയുണ്ട്, അനേകം ആളുകളുടെ സംരക്ഷണത്തിൻ്റെ ചുമതലയുണ്ട്.
അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ യുദ്ധം അനിവാര്യമായി വരും. അതാണ് യുധിഷ്ഠിരൻ. അനിവാര്യമായി വരുന്ന യുദ്ധത്തിൽ നിന്ന് ഒഴിവായി പോരുകയില്ല. അവിടെ യുദ്ധം ചെയ്ത് മരിക്കുകയല്ലാതെ യുദ്ധത്തിൽ നിന്ന് പേടിച്ച് ഒഴിവാകുകയില്ല. അതുകൊണ്ടാണ് ഈ ചൂതുകളിക്ക് വിളിച്ചപ്പോൾ എല്ലാവരും എതിർത്തിട്ടും ചൂതുകളിക്ക് പോകരുതെന്ന് എല്ലാവരും എതിർത്തിട്ടും അദ്ദേഹം പോയി. പോയപ്പോൾ മനുഷ്യനാണ്. ചൂതുകളുടെ ലഹരിയിലേക്ക് അദ്ദേഹം ശരിക്കും മുങ്ങിപ്പോവുക തന്നെ ചെയ്തു. അത് പോകണം, അല്ലെങ്കിൽ പിന്നെ എന്ത് ചൂതെടുക്കാൻ? ആ ലഹരിയിൽ മുങ്ങി പണയം വെച്ച് എല്ലാം നഷ്ടപ്പെടുത്തത്തക്ക വിധത്തിൽ അതിൻ്റെ പൂർണ്ണമായ ലഹരിയിൽ അദ്ദേഹം മുങ്ങിക്കൊടുത്തു. നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഭഗവാനത് പറഞ്ഞിട്ടുണ്ട് ഭഗവത്ഗീതയിൽ, ദ്യൂതോ ഛലയതാമഹം. ഇത്തരം കളിക്കാരുടെ കൂട്ടത്തിൽ എല്ലാ കളികളെയും ഈ ദ്യൂതത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദ്യൂതത്തിന് ഈ വാത് വെച്ച് പണയം വെച്ച് കളിക്കുന്ന കളി, ചതുരംഗ കളി എന്നുള്ളതല്ലാതെ, പകിടകളി എന്നുള്ളതല്ലാതെയും ദ്യൂതത്തിന് സർവ്വതരത്തിലുള്ള സ്പോർട്സ് ആൻഡ് ഗെയിംസ്, ഇതിനെ എല്ലാത്തിനെയും ഉൾക്കൊള്ളാനുള്ള അർത്ഥവ്യാപ്തി ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത് പൂർണ്ണമായി നിഷേധിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും മനുഷ്യ സമൂഹത്തിന് വ്യക്തമായി ഉണ്ടാകുന്നില്ലെങ്കിലും, ഇപ്പോൾ ഒളിമ്പിക് ഗെയിംസ് നടത്തിയിട്ട് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്? രാജ്യത്തിന് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുമോ? സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുമോ? പിന്നെ ജനങ്ങൾ തമ്മിലുള്ള പല വിധത്തിലുള്ള ജനങ്ങൾ തമ്മിലുള്ള സമ്പർക്കത്തിനും സാംസ്കാരികമായ വിനിമയത്തിനുമൊക്കെ സാധിക്കും എന്ന് വെറുതെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കാം. യഥാർത്ഥത്തിൽ ആവശ്യമുള്ളതല്ല. പിന്നെ മനുഷ്യൻ്റെ ഒരു വിനോദത്തിന് എന്ന് വേണമെങ്കിൽ പറയാം. വിനോദത്തിന് വേണ്ടി ഇങ്ങനെ കോടിക്കണക്കിന് ഡോളറുകൾ മുടക്കേണ്ട ആവശ്യമുണ്ടോ എന്നും ചോദിക്കാം. ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ വളരെ സാധ്യമാണ്. അപ്പോൾ ദ്യൂതത്തിൽ എല്ലാ തരത്തിലുമുള്ള വിനോദങ്ങൾ ഉൾക്കൊള്ളുന്ന കളികളെല്ലാം വരും. കായികവും, എന്താണ് അതിന് പറയുന്നത്, കായിക പ്രതിഭ. വളരെ തെറ്റായ ഒരു പ്രയോഗമാണ് കായിക പ്രതിഭ. അങ്ങനെ കായിക പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. പ്രതിഭ അങ്ങനെ ശരീരത്തിൽ ഉണ്ടാകുന്നൊരു സാധനമല്ല പ്രതിഭ. പക്ഷേ പത്രക്കാർ അങ്ങനെ അങ്ങ് പ്രയോഗിച്ചതിപ്പോൾ സർവ്വസാധാരണമായ ഒരു പ്രയോഗമൊക്കെ, വളരെ ഹാസ്യജനകമായൊരു പ്രയോഗമാണത്. ശരീരത്തിൽ പ്രതിഭ ഇരിക്കുക, കായിക പ്രതിഭ. അങ്ങനെ പറഞ്ഞു വന്നാൽ കൈപ്രതിഭ, കാൽപ്രതിഭ, മൂക്ക് പ്രതിഭ, ചെവി പ്രതിഭ എന്നൊക്കെ പറയാൻ പറ്റും. അങ്ങനെ പ്രതിഭയൊന്നുമില്ല. ഒരുത്തൻ നിരന്തരമായിട്ട് ഒരു കാര്യം തന്നെ ചെയ്ത് അയാൾ അതിനകത്ത് സമാധിയാകുന്നു. അപ്പോൾ ക്രിക്കറ്റ് കളിച്ചാൽ ജയിക്കും, ഹോക്കി കളിച്ചാൽ ജയിക്കും. എന്നാലും വലിയ കളിയിൽ ചെല്ലുമ്പോൾ തോറ്റ് തലവഴി കൊണ്ടിട്ട് തിരിച്ചു പോരുകയും ചെയ്യും. ഒളിമ്പിക്സിൽ പോയിട്ട് എത്ര കളിക്കാർ ഇവിടെ നിന്ന് ജയിച്ചിട്ടുണ്ട്? ആരും ജയിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഈ പിന്നെ ചട്ടി മെഡൽ, ഇതൊക്കെയല്ലേ നമുക്ക് കിട്ടുന്നത്. കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ മെഡലുകളാണ് ഇന്ത്യക്കാർക്ക് കിട്ടുന്നത്. എന്താ പിന്നെ അങ്ങനത്തെ ആളുകൾ കളിക്കാൻ പോകുന്നു? അവമാനം സഹിക്കാൻ വേണ്ടി, ഒരു രാജ്യം അവമാനിതമാകാൻ വേണ്ടി ആ രാജ്യത്തിൽ നിന്ന് പുറത്തു പോയി, വിദേശത്ത് പോയി ആളുകൾ കളിക്കുന്നതിന് ചട്ടി മെഡലും മേടിച്ച് കൊണ്ടുവരിക. എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ദ്യൂതത്തിൽ ഇതെല്ലാം പെടും. അപ്പോൾ കളിക്കാനിരുന്നപ്പോൾ അദ്ദേഹം അതിലേക്ക് വഴുതി വീഴുകയും ചെയ്തു. അപ്പോൾ ധർമ്മപുത്രർ എന്നതിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതത്തിൻ്റെ ബാഹ്യവും ആഭ്യന്തരവുമായ എല്ലാ സംഘർഷങ്ങളും വ്യാസൻ ഒതുക്കി വച്ചിരിക്കുന്നു.